കോതമംഗലം വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ 10-ാം വാർഡിൽ പാറമടകൾ കേന്ദ്രീകരിച്ച് മാഫിയ സംഘം വൻതോതിൽ മാലിന്യം തള്ളിയതായി പരാതി. കുടിവെള്ള സ്രോതസ്സുകൾ മലിനപ്പെട്ടു, മീനുകൾ ചത്തുപൊങ്ങി. വാരപ്പെട്ടി 10-ാം വാർഡിൽ 8-ാം മൈൽ ചരമ റോഡിന്റെ വശത്തുള്ള പാറമടകൾ കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ മാലിന്യം തള്ളിയിരിക്കുന്നത്. രാസമാലിന്യങ്ങൾ ഉൾപ്പെടെ പാറമടയിലെ വെള്ളത്തിലേക്ക് തള്ളിയതിനാൽ വലിയതും ചെറുതുമായ വിവിധയിനത്തിൽപ്പെട്ട നൂറുകണക്കിന് മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങിയത്. രാത്രിയുടെ മറവിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ തുടർച്ചയായി ഇവിടെ മാലിന്യം തള്ളിയിരുന്നു. രൂക്ഷമായ ദുർഗന്ധമാണ് പ്രദേശത്ത് പരന്നിരിക്കുന്നത്. ഇന്നലെ ഇത് ഇട്ട ദിവസം ചെറിയ ചെറിയ മീനുകളും ഇന്ന് വലിയ മീനുകളും 5 കിലോ 6 കിലോയുള്ള വളരെ മീനുകൾ വരെ ചത്തുപൊങ്ങി ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇനിയിപ്പോൾ ഇതിനകത്ത് നിന്ന് 1-2 ദിവസത്തിനുള്ളിൽ വെള്ളം മുഴുവനും ഒഴുകി വരുന്നത് ഞങ്ങളുടെ കിണറുകളുടെ സ്രോതസ്സുകളിലേക്കും ഞങ്ങളുടെ പറമ്പുകളിലേക്കൊക്കെയാണ് ഈ വരുന്ന മാലിന്യം വരുന്നത്. ഇവിടെ ആളുകൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. പഞ്ചായത്ത് അതിഥികളെ അറിയിച്ചിട്ടുണ്ട്. പഞ്ചായത്തിലെ സെക്രട്ടറി വന്ന് നടപടികൾ സ്വീകരിക്കാമെന്ന് വാക്കും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു രാത്രിയും പകലും നോക്കിയിരിക്കാൻ പറ്റിയൊരു സംഭവമല്ല. എങ്കിൽ തന്നെ ഇത് രാത്രിയാണ് ഇത് കൊണ്ടുവന്ന് മുഴുവൻ ഡംപ് ചെയ്യണത്. ഇവിടെ ഭീഷണിയും അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. വാരപ്പെട്ടി പഞ്ചായത്തിലെ മുഖ്യ കുടിവെള്ള സ്രോതസ്സാണ് ഇവിടെയുള്ള പാറമടകൾ. ഈ പാറമടകളിലെ വെള്ളമാണ് കൃഷിക്കും ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് 5ഓളം പാറമടകൾ ഉണ്ട്. മറ്റൊരു പാറമടയോട് ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രി തള്ളിയ വൻ മാലിന്യ ശേഖരം വിവാദമായതിനെ തുടർന്ന് അർദ്ധരാത്രി തന്നെ JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് മൂടുകയായിരുന്നു. മഴക്കാലമായതിനാൽ ഈ മാലിന്യങ്ങൾ ഒലിച്ചിറങ്ങി വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും സാംക്രമിക രോഗങ്ങൾക്കും കാരണമാകും. മുൻപും ഇവിടെ സമാന രീതിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചതിനെ തുടർന്ന് നിയമ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായിട്ട് രാത്രിയുടെ മറവിൽ ഈ മാഫിയ സംഘങ്ങൾ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് ഈ കുളത്തിലേക്ക് ഒക്കെ ഈ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അവിടെ മത്സ്യങ്ങൾ ഉൾപ്പെടെ ചത്തുപൊങ്ങി ഭയങ്കരമായിട്ടുള്ള സ്മെല്ല് ഇപ്പോൾ ഇവിടെ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള ഒരു 5ഓളം പാറമടകൾ ഇവിടെയുണ്ട്. ഈ പാറമടകളിൽ നിന്നെല്ലാം ഉള്ള ശേഖരിക്കുന്ന വെള്ളമാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ വീടുകളിലേക്കും കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ നിന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്രദേശം മുഴുവനും മലീമസമാകുന്ന തരത്തിൽ ഇവിടെ ഈ പാതിരാത്രിയുടെ മറവിൽ ഈ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടി, അത് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്നതിനെ ചോദ്യം ചെയ്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയാണ് ആ വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടുന്ന ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികൾ സ്വീകരിക്കണം. ഇതിവിടെ തട്ടാൻ പാടില്ല, ഈ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇടാൻ പാടില്ല എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ പറയുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണെന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് വെള്ളം ശുചീകരിക്കണമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ അധികൃതർ ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. എൻലൈറ്റ് ന്യൂസ്, കോതമംഗലം.